2024-25 വർഷത്തെ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചു. സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന നയം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ബജറ്റ്. അടുത്ത സാമ്പത്തിക വർഷം 1.38 ലക്ഷം കോടി വരവും 1.84 ലക്ഷം കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചു. വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കൂട്ടി. റബ്ബർ താങ്ങുവില 10 രൂപ മാത്രമാണ് കൂട്ടിയത്. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനമാണ് ലക്ഷ്യമിടുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേർഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. ഗ്രാമവികസനത്തിന് 1,768.32 കോടി രൂപ, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,736.63 കോടി രൂപ, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456.71 കോടി രൂപ എന്നിവയാണ് വകയിരുത്തിയത്. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് 2,052.23 കോടി രൂപയും വകയിരുത്തി. 170 രൂപയിൽ നിന്ന് റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി ഉയർത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക ഡെവലപ്മെന്റ് സോണുകൾ വരും. നികുതി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കൂട്ടി. വൈദ്യുതി നിരക്കിൽ മാറ്റമുണ്ടാകും. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തീരുവ വർദ്ധിപ്പിച്ചു. നേരത്തെ യൂണിറ്റിന് 1.2 പൈസയായിരുന്നത് 15 പൈസയായാണ് വർദ്ധിപ്പിച്ചത്. കോടതി ഫീസ് വർധനവിലൂടെ 50 കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മോട്ടോർ വാഹന നിരക്കുകളും പരിഷ്കരിക്കും. ഈ സാമ്പത്തിക വർഷം മുതൽ നദികളിൽ നിന്നുള്ള മണൽ വാരൽ പുനരാരംഭിക്കും. ഇതിൽ നിന്ന് 200 കോടി രൂപയുടെ വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നു. പാട്ടത്തിന് നൽകുന്ന ഭൂമിക്ക് ന്യായവിലയ്ക്കനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ഏർപ്പെടുത്തും. കേരള മുദ്രപത്ര നിയമത്തിൽ ഭേദഗതിയിലൂടെ 40 കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിടുന്നു. ഉപയോഗശൂന്യമായ വാഹനങ്ങളും വസ്തുക്കളും നീക്കം ചെയ്യുന്നതിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നായി 200 കോടി രൂപയുടെ സമാഹരണവും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.